നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടിന്റെ സ്നേഹവും നന്മയും നിലനിർത്തുന്നതാണ് തിര പോലുള്ള ബീച്ച് ഫെസ്റ്റിവലിന്റെ മഹത്വമെന്ന് ഇന്നസെന്റ് MP. അഴിമതിക്കും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനുമെതിരെ BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കയ്പമംഗലം 3 പീടികയിൽ സ്വീകരണം നൽകി. പെരിഞ്ഞനം സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. വാർത്തകൾ വിശദമായി. നാടിന്റെ സ്നേഹവും നന്മയും നിലനിർത്തുന്നതാണ് തിര പോലുള്ള ബീച്ച് ഫെസ്റ്റിവലിന്റെ മഹത്വമെന്ന് ഇന്നസെന്റ് MP. പെരിഞ്ഞനം തീരോത്സവത്തിന്റെ 6ാം ദിനത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സമ്പന്നമായ തീരദേശങ്ങളിൽ ഇന്ന് നഷ്ടമാകുന്ന മാനവ മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒരു മൊബൈൽ ഫോൺ, പിന്നെ എന്തൊക്കെയോ ചില സാധനങ്ങൾ ഗൾഫിൽ നിന്നും മിഠായി, എന്തായാലും തരക്കേടില്ലാത്ത സമ്മാനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഈ ദിവസം ഞാൻ അവിടെ ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ സ്വന്തക്കാരും കൊണ്ട് അവിടെ ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്കെന്നാൽ ഇത്രയും ആളുകൾ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെയാണ്, പക്ഷെ വീട്ടിലുള്ളവരെന്ന് വെച്ചാൽ കുറച്ചധികം പേരുണ്ട്, അയൽവക്കക്കാരൊക്കെ ഉണ്ട്. ഇന്നസെന്റ് ചേട്ടൻ 2 വാക്ക് പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ എന്തു പറയും? അല്ല, എൻ്റെ കൂടെ പഠിച്ചിരുന്നു, നമ്മൾക്ക് സുഹൃത്തുക്കളാണ്, കുട്ടിക്കാലം ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, എങ്ങനെ? ചാവക്കാട് അപ്പുറത്തുള്ള അവൻ്റെ കൂടെ ഞാൻ പഠിക്കാൻ, എൻ്റെ വീടാണെങ്കിൽ ഇരിങ്ങാലക്കുട. ഞാൻ പക്ഷെ ഈ മൊബൈൽ ഫോണും മിഠായിയും അതുപോലെ ഡ്രസ്സിന്റെ ഒക്കെ തുണികളും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഞാനത് പറയാൻ വൈകിയില്ല. ഞാൻ പറഞ്ഞു, ഈ പ്രിയമുള്ളവരെ, മലയാള സിനിമ ഇന്നലെ ഇന്ന് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചയിൽ സിനിമാ സംവിധായകൻ അമ്പിളി, രാജൻ കോട്ടപ്പുറം, ഹംസ കാക്കശ്ശേരി, നോവലിസ്റ്റ് TK ഗംഗാധരൻ, യുവ സിനിമാ നായിക അനുപമ പരമേശ്വരൻ, PK വാസു, ഉഷ പ്രകാശൻ എന്നിവർ സംസാരിച്ചു. അഴിമതിക്കും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനുമെതിരെ BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കയ്പമംഗലം 3 പീടികയിൽ സ്വീകരണം നൽകി. കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് EK ദാസൻ, യുവമോർച്ചയ്ക്ക് വേണ്ടി മനോജ് ലായരമുരക്കൽ, മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി ബബിത മുരളി. അഴിമതി, ഒത്തുതീർപ്പ് രാഷ്ട്രീയം, വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭയാത്രക്ക്, പ്രചരണയാത്രക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കും, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് അന്ന് തുടങ്ങിയതാണ് CPM-നും കോൺഗ്രസിനും ഹാലിളക്കം. ആദ്യം പറഞ്ഞു BJP അധികാരത്തിൽ വരില്ല, BJP അധികാരത്തിൽ വന്നാൽ അപകടമാണ്, BJP അധികാരത്തിൽ വന്നാൽ പള്ളി പൊളിക്കും, ഇത് കാവിക്കെട്ടുകാരുടെ പാർട്ടിയാണ്, ഇത് അമ്പലപ്പണിക്കാരുടെ പാർട്ടിയാണ്, ന്യൂനപക്ഷക്കാരനെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കും. നരേന്ദ്രമോദി എന്നാൽ ന്യൂനപക്ഷക്കാരന്റെ കുടൽമാല ചോർത്തിയിട്ടുള്ള ആളുകളാണ്. ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയ CPM-ഉം കോൺഗ്രസും നാടുനൂറെ പറഞ്ഞിട്ടും 80% മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിലാണ്. ഗുജറാത്തിലടക്കം ഭാരതീയ ജനതാ പാർട്ടിയെ ജയിപ്പിച്ചുകൊണ്ടാണ് ഭാരതത്തിലെ ജനങ്ങൾ വിധിയെടുത്ത് നടത്തിയത്. എവിടെയാ ന്യൂനപക്ഷക്കാരൻ ആക്രമിക്കപ്പെട്ടത്? എവിടെയെങ്കിലും പള്ളിക്ക് കല്ലെറിഞ്ഞാൽ, എവിടെയെങ്കിലും കന്യാസ്ത്രീയുടെ ഉടുപ്പ് കീറിയാൽ, ഇതൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെയും BJP-യുടെയും തലയിലാണ്. യോഗത്തിൽ BJP കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് EK ദാസൻ അധ്യക്ഷത വഹിച്ചു. ജിനൻ മാമ്പറമ്പത്ത്, ഷൈജു, KG ദിലീപ്, സജീവൻ, ബാബു, ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച പുലർച്ചെ 2:30യോടെയായിരുന്നു അപകടം. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശിവകാശിയിലേക്ക് പോയി മടങ്ങി വരുന്നതിനിടെ പെരിഞ്ഞനം സെന്ററിൽ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. മതിലകം പോലീസ് സ്ഥലത്തെത്തി. പെരിഞ്ഞനത്ത് വീടിന് നേരെ ആക്രമണം.
പൊന്മാനിക്കുടം ഓലക്കോട്ട് ബഷീറിന്റെ വീടിന് നേരെയാണ് ബുധനാഴ്ച രാത്രി 9:30-ഓടെ ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ ആൾ മുൻവശത്തെ ജനൽപ്പാളി അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുടുംബവഴക്കാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എ വാസു നയിക്കുന്ന സമരജാഥയ്ക്ക് കയ്പമംഗലം 3 പീടികയിൽ സ്വീകരണം നൽകി. SDPI സംസ്ഥാന സെക്രട്ടറി റൈഹാനത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. SDTU ജില്ലാ പ്രസിഡന്റ് KM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. SDTU സംസ്ഥാന സെക്രട്ടറി സുൽഫിക്കർ അലി, റോയ് അറക്കൽ, നൌഷാദ് മംഗലശ്ശേരി, അഡ്വക്കേറ്റ് A റഹീം, ഇസ്മയിൽ കമ്മന, AS നാരായണപിള്ള, മോയിൻ ബാപ്പു, കുഞ്ഞിക്കോയ കോഴിക്കോട്, ഹാരിസ് പാടൂർ എന്നിവർ സംസാരിച്ചു. എല്ലാവിധ സംവിധാനങ്ങളും പെട്രോളും ഡീസലും കരയും കടലുമെല്ലാം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് രാജ്യത്തിന്റെ ഖജനാവ് കൊട്ടിച്ചോറാക്കി ഇറങ്ങി വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള INUC-ക്ക് എങ്ങനെയാ കോർപ്പറേറ്റുകൾക്കെതിരെ ശബ്ദിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ ഈ കോർപ്പറേറ്റുകൾക്കെതിരായ ഈ ശബ്ദം ഈ സമരം ഞങ്ങളുടെ വലിപ്പം നോക്കാതെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ സമരജാഥയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരള സർക്കാരുകളുടെ തെറ്റായ തൊഴിൽ നയം തിരുത്തണമെന്നാണ്. ഇനിയൊരു ഇടവേള.